ആൾക്ക് വയസ്സ് തോന്നും, പിന്നെ ആരെ കല്യാണം കഴിക്കാം. കുട്ടിക്ക് വരക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഭയങ്കര വരയാം. നമ്മൾ എന്തോ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണോ? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്ട്രഗിൾസ് ഉണ്ടല്ലോ, ഇന്നത്തെ ചലഞ്ചസ് ആണ് നാളത്തെ നമ്മളെ സക്സസ്. പണ്ട് ആൾക്കാർ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, തനിക്ക് എന്ത് കഴിവാണുള്ളത്? അതേ ആൾക്കാർ വർഷങ്ങൾക്കിപ്പുറം ഇന്ന് എന്നോട് ചോദിക്കുന്ന കാര്യം, തനിക്കില്ലാത്ത കഴിവ് എന്താണ്? എ ഗേൾ വിത്ത് മൾട്ടി ടാലന്റഡ് എന്നാണ് ആൾക്കാർ ഇന്ന് എന്നെ പറയുന്നത്. മൈ നെയിം ഈസ് തസ്നി ഷാൻ. ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. കാസർഗോഡ് എന്ന് വെച്ചാൽ ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളവിടെയൊക്കെ വെച്ചാൽ +2 കഴിഞ്ഞ ശേഷം കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല, അപ്പോൾ തന്നെ കല്യാണം കഴിച്ചു വിടും. അവിടുത്തെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ കല്യാണം കഴിക്കുക, കുട്ടികളെ നോക്കാൻ ലൈറ്റായിട്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി, നമ്മളിപ്പോൾ കല്യാണം കഴിച്ച് കുട്ടിയൊക്കെ ആയാൽ അവിടെ നമുക്ക് വേണ്ടി എപ്പോഴാണ് നമ്മൾ ജീവിക്കുക, നമ്മൾ ഐഡൻറ്റിറ്റി എന്താണ്? അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേരൻസോട് പറഞ്ഞു, എനിക്ക് പഠിക്കണം, എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. അവരെനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ ഇവൻ എൻ്റെ ക്ലാസ്സിലെ എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ പോലും എനിക്ക് സപ്പോർട്ടഡ് ആയിരുന്നില്ല. അവർ കൂടി ഇവൻ എൻ്റെ കൂടെയുള്ള ജനറേഷനിലുള്ള കുട്ടികൾ പോലും എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, നമ്മളൊക്കെ പെൺകുട്ടികളാണ് തസ്നി, നമ്മളൊക്കെ എഡ്യൂക്കേഷനൊന്നും നമുക്ക് പറ്റിയതല്ല, നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞു പോവാ, സെറ്റിൽ ആവാം, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഈവൻ എനിക്ക് +2 ലാസ്റ്റ് എക്സാമിന് തലേന്ന് സ്പെഷ്യൽ വെച്ചിട്ട് ക്ലാസ്സിൽ ഒറ്റൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് സാറ് ക്ലാസ് എടുത്ത ടൈം അടക്കമുണ്ട്. അന്ന് എൻ്റെ ഉമ്മയായിരുന്നു കൂട്ടുനിന്നത്. അപ്പോഴും എനിക്ക് വാശിയായിരുന്നു, എനിക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ വേണം. ആഫ്റ്റർ +2 റിസൾട്ട് ഞാൻ ബിടെക്കിൽ ജോയിൻ ചെയ്ത സമയത്ത് ചില ആൾക്കാരൊക്കെ എന്നോട് പറയാൻ തുടങ്ങി, ഈവൻ ബിടെക്കൊക്കെ 4 വർഷം കഴിയും, അപ്പൊക്കെ കുട്ടീൻ്റെ സ്റ്റൈലൊക്കെ പോവും, ആൾക്ക് വയസ്സ് തോന്നും, പിന്നെ ആരെ കല്യാണം കഴിക്കുക, ഇപ്പൊ കല്യാണം കഴിക്കുക. ഇവൻ ബിടെക്ക് ജോയിൻ ചെയ്താലും ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കല്യാണം കഴിക്കും. അന്ന് ഞാൻ എൻ്റെ പാരന്റോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് അവരെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചാൽ നാളെ എനിക്ക് എന്തെങ്കിലും ചലഞ്ചസ് വന്നാൽ ഇവരുണ്ടാവോ? അപ്പൊ അവർ പറഞ്ഞു, ഒരിക്കലും ഉണ്ടാവില്ല, നിനക്ക് എന്താ തോന്നുന്നത് നീ ചെയ്തോ, നിനക്ക് റൈറ്റ് ആയിട്ട് തോന്നുന്ന കാര്യം നീ ചെയ്തോ, നീ എഡ്യൂക്കേഷൻ നല്ല പഠിച്ച് നല്ല ജോലി വാങ്ങാം. കുട്ടീൻ്റെ കല്യാണം ആവുന്നില്ല, ഇങ്ങനെ പ്രൊപ്പോസൽസ് ഉണ്ട്, ഇവിടെ പ്രൊപ്പോസൽസ് ഉണ്ട്, അങ്ങനെയൊക്കെ കൊണ്ടുവരും. അപ്പൊ ഞാൻ ഇതൊക്കെ കേട്ട എനിക്ക് ആദ്യമൊക്കെ നമുക്കൊരു വലിയ കാര്യമായിരിക്കുമല്ലോ, പിന്നെ കേട്ട സാധനം വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാവും. നമ്മളെ സ്റ്റഡീസിന് കൂടി അത് എഫക്റ്റ് ചെയ്യും. ഒന്നാമത് നമ്മൾ എന്തോ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണോ എന്ന് അപ്പോഴെന്നെ ഞാൻ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി. ആൾക്കാർ പലതും പറയും. എൻ്റെ ആഫ്റ്റർ +2 ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത്. കാരണം നമ്മളവിടെയൊക്കെ ഒരു +2 ആണ് ഒരു ഏജ് കല്യാണം കഴിക്കാൻ. അപ്പം ഞാൻ +2 ശേഷം ബിടെക്കിന് ജോയിൻ ചെയ്ത ടൈം 16, 17 ആ ടൈമിലാണ് ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നത്. ആ സമയത്ത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് തവണ ഈ സെയിം റിപ്പീറ്റ് ആയിട്ട് കേൾക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ് അടിക്കും നമുക്ക്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് കരഞ്ഞിട്ടുണ്ട്, ഫുഡ് കഴിക്കാതെ നിന്നിട്ടുണ്ട്. അപ്പോഴും ഇങ്ങനെ കല്യാണം എന്നൊക്കെ ചില ആൾക്കാർ പറയും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളോട് ചോദിക്കുക. ഇവൻ ഞാൻ എന്നോട് ചോദിച്ചു, തസ്നി നിങ്ങൾക്ക് ഇവൻ ബിടെക്ക് കംപ്ലീറ്റ് ചെയ്യാതെ കല്യാണം കഴിച്ചു സെറ്റിൽ ആയാൽ മതിയോ, അല്ലെങ്കിൽ നിന്റെ ഡ്രീം പോലെ നിന്റെ പേരൻസിന് പ്രൗഡായിട്ട് നല്ല എഡ്യൂക്കേഷൻ വേണോ? അപ്പൊ ഞാൻ തന്നെ എനിക്ക് തന്നൊരു ഉത്തരമുണ്ട്, ഓഫ് കോഴ്സ് എൻ്റെ പേരൻസിന് പ്രൗഡാക്കണം, ഗുഡ് എഡ്യൂക്കേഷൻ എനിക്ക് വേണം. സോ നമ്മൾ തന്നെ, ബാക്കിയുള്ളവരെന്തും പറഞ്ഞോട്ടെ, നമ്മളുള്ളിൽ നമ്മളെ തന്നെ പാകപ്പെടുത്താൻ ശ്രമിച്ചാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അങ്ങനെ ഞാൻ ബിടെക് ചേർന്നു. ഫസ്റ്റ് ഇയർ എത്തിയപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു സ്ട്രഗിൾ വന്നു. എന്താ വെച്ചാൽ ആഫ്റ്റർ ഫസ്റ്റ് ഇയർ എനിക്ക് കിഡ്നി സ്റ്റോൺ വന്നു. ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല, പിന്നെ അത് നല്ലോണം കൂടി. കൊറോണ സമയത്തായിരുന്നു കിഡ്നി സ്റ്റോൺ വന്നത്. എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പോലും ആ സമയത്ത് കിട്ടിയിരുന്നില്ല. കാരണം നമുക്ക് ഒന്നാമത് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു കൊറോണ ഫസ്റ്റ് സ്റ്റേജിൽ. പിന്നെ ഡോക്ടേഴ്സൊക്കെ നോക്കാന്നൊക്കെ ചെയ്ത് അവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് ഭയങ്കര പെയിനായി. അങ്ങനെ ഓൺലൈൻ ക്ലാസ്സായി. അങ്ങനെ പോകുമ്പോൾ അവസാനം തേർഡ് ഇയർ ലാസ്റ്റ് എത്തുമ്പോൾ ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ടീച്ചർ എന്നോട് പറഞ്ഞു, തസ്നി, അവിടുത്തെ HOD എന്നോട് പറഞ്ഞു, മോളെ തസ്നി, നമുക്ക് ബ്രേക്ക് എടുക്കാം, നിന്റെ ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്, നീ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയല്ലേ, നീ അടുത്ത വർഷം കണ്ടിന്യൂ ചെയ്യാം, ഇപ്പൊ ബ്രേക്ക് എടുത്ത് പോവാം. അന്ന് ഞാൻ മാമിനോട് പറഞ്ഞു, മാം ഇപ്പം ഞാൻ ഇവിടെ നിന്ന് തോറ്റ് പിന്മാറി പോയാൽ എനിക്ക് ഇനി ഞാൻ കളഞ്ഞ ഒരു വർഷത്തെ കുറിച്ചായിരിക്കും എൻ്റെ ലൈഫ് ലോങ് എനിക്കുള്ള സാഡ്. എനിക്ക് എന്തായാലും ഞാൻ എൻ്റെ ബിടെക് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ബിടെക് കംപ്ലീറ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് SN കോളേജിൽ പോയി, അവിടെയും കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ KS അബ്ദുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അന്ന് എഡ്യൂക്കേഷൻ
ബാൻ ചെയ്ത, പിന്നെ പെൺകുട്ടികൾ ജോലിക്ക് പോയാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവരുതെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഞാൻ ജോബിന് പോകുന്നു. അതിൻ്റെ കൂടെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലാതെ ഞാൻ നേരത്തെ മൾട്ടി ടാലൻറ്റഡ് എന്ന് പറഞ്ഞിട്ടില്ല, അതിലും കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ മലയാളം എഴുതാനും വായിക്കാനും കുറച്ച് വീക്കായിരുന്നു. ബാക്കിയെല്ലാം സബ്ജക്റ്റിൽ ടോപ്പായിരുന്നെങ്കിലും മലയാളത്തിൽ എനിക്ക് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം അക്ഷരത്തെറ്റ് കൂടാതെ എനിക്ക് വായിക്കാനും എഴുതാനൊന്നും പറ്റില്ല. ഈവൻ അത് കണ്ട് എൻ്റെ ആൾക്കാരെ കുട്ടികളൊക്കെ ഭയങ്കര കളിയാക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ആ സമയത്തിൽ സേവ് ചെയ്ത് വെച്ചിരിക്കാം മദാമാന്നാണ്. കാരണം എനിക്ക് പ്രോപ്പറായിട്ട് ഓരോ സാധനത്തിൻ്റെ മലയാളം വേർഡൊന്നും അറിയില്ല. അങ്ങനെ ഒരു ദിവസം എനിക്കത് ഭയങ്കര ഇൻസൾട്ടഡ് ആയി. ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, ഇയാൾ ഭയങ്കര ബോസ്റ്റ്, ഭയങ്കര പൊങ്ങച്ചടിക്കാനാണോ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, മലയാളം വായിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ അതിനേക്കാളും വലിയ നാണക്കേട് എന്താണ്? അന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഒരു നാളും ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ അതിൽ മലയാളം ഇൻക്ലൂഡ് ആവും. അപ്പം ഇവര് എൻ്റെ പേരൻസ് സപ്പോർട്ടീവ് ആയിരുന്നു. നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ചെയ്തു, അതാ അവരെന്നോട് പറയാം. നിനക്ക് എന്താണ് ഇഷ്ടം, നിനക്ക് റൈറ്റ് എന്താണ് തോന്നുന്നത്, അതേപോലെ ചെയ്യാം. അങ്ങനെ ഞാൻ ചെറിയ ചെറിയ കവിതകൾ എഴുതി. പക്ഷെ മൊത്തത്തിൽ അക്ഷരത്തെറ്റായിരുന്നു. വായിച്ചവർക്ക് മൊത്തം അതിൻ്റെ കവിത ആശയങ്ങളെക്കാളും കൂടുതൽ അതിൻ്റെ തെറ്റായിരുന്നു അവർ നോട്ടീസ് ചെയ്തത്. അങ്ങനെ കുറച്ച് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഒരു കോമ്പറ്റീഷൻ വന്നു. ആ കോമ്പറ്റീഷനിൽ ഞാൻ വെറുതെ എഴുതി അയച്ചു. അങ്ങനെ അതിലെനിക്ക് 3rd പ്രൈസാണ് കിട്ടിയത്. അപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് വന്നു. ഈവൻ ഒന്നും അറിയാത്ത എനിക്ക് 3rd കിട്ടിയല്ലോ, ഇനി എനിക്ക് ചിലത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളതിൽ നബിദിന പ്രോഗ്രാം വന്നു. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലാണ്, അതിൽ ഞാൻ പങ്കെടുത്തു. അങ്ങനെ അതിലൊക്കെ എനിക്ക് കിട്ടിയത് മലയാളത്തിലായിരുന്നു പ്രൈസ് കിട്ടിയത്. അന്ന് അവർ കലാപ്രതിഭയായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. ആഫ്റ്റർ ദാറ്റ് പിന്നെയും ഞാൻ എൻ്റെ എഴുത്ത് സ്റ്റാർട്ട് ചെയ്തു. എഴുത്ത് സ്റ്റാർട്ട് ചെയ്ത ശേഷം 2022 എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടുള്ള ഒരു അവാർഡ് എന്നും പറയാം, ഒരു ഫംഗ്ഷൻ എന്ന് പറയാൻ ഞാൻ ആദ്യമായിട്ട് ഒരു പുറത്തേക്ക് പോകുന്നത്. എൻ്റെ അതുവരെ ഞങ്ങൾ കാസർഗോഡ് മാത്രമായിരുന്നു. കാസർഗോഡ് ടോട്ടൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഈവൻ കണ്ണൂരാന്ന് ആ സ്ഥലം പറഞ്ഞത്. അപ്പം എൻ്റെ കൂടെ ഉമ്മ മാത്രമേ ഉള്ളൂ, വാപ്പ പ്രവാസിയാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ട്രെയിൻ ടിക്കറ്റ് എടുക്കണം ഒന്നും അറിയില്ല. ഇവൻ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും ട്രെയിനിൽ പോയി പരിചയം പോലും ഇല്ല. അങ്ങനെ 11:45 ട്രെയിനിന് 11:15 വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പടച്ച് പാന് ടിക്കറ്റൊക്കെ എങ്ങനെയൊക്കെ എടുത്ത് കയറി. അങ്ങനെ എൻ്റെ ഫസ്റ്റ് തിങ് ഞാൻ റിസീവ് ചെയ്തു കേരള ബുക്ക് ഓഫ് റെക്കോർഡ്. അത് മലയാളം ബേസ്ഡ് ആയിരുന്നു. അതെന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു. കാരണം അന്ന് എനിക്ക് ചെയ്യാൻ പറ്റൂല, അന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ കാര്യത്തിലാണ് എനിക്ക് ഫസ്റ്റ് തിങ് എൻ്റെ ലൈഫിൽ കിട്ടിയത്. ബിക്കോസ് നമുക്ക് അറിയുന്ന കാര്യത്തിൽ അവാർഡ് കിട്ടുന്നത് ഓർഡിനറിയാണ്, പക്ഷെ നമുക്ക് അറിയാത്ത കാര്യത്തിൽ അത് നമ്മൾ ട്രൈ ചെയ്ത് കിട്ടുന്നത് എക്സ്ട്രാ ഓർഡിനറിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് കോൺഫിഡൻസ് കൂടി. ആൾക്കാരൊക്കെ എൻ്റെ റൈറ്റിങ്സ് ഒക്കെ ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസും കഥകളും എഴുതി. ഈ നവംബറിൽ ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറി ഇൻ കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ്, മണിച്ചേട്ടൻ്റെ പേരിലുള്ള അവാർഡ് എനിക്ക് കിട്ടി. അതും ബെസ്റ്റ് ഷോർട്ട് സ്റ്റോറി ഇൻ മലയാളം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരുന്നു. അതും കഴിഞ്ഞ ശേഷം പിന്നെ ഇപ്പം ഈ ഡിസംബർ ടൈമിൽ 9 വേൾഡ് റെക്കോർഡിൻ്റെ പാട്ടാകാൻ പറ്റി. മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബുക്കിൻ്റെ ഒരു പാർട്ട് ഞാനാണ്. ആ പാർട്ടിൽ എനിക്ക് 9 വേൾഡ് റെക്കോർഡിൻ്റെയും പാട്ടാകാൻ പറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളം എഴുതാൻ അറിയാത്തൊരു ആ കുട്ടിക്ക് ഇന്ന് ഇവിടം വരെ എത്തിയത് അത് ഓഫ്കോഴ്സ് എൻ്റെ ഹാർഡ് വർക്കാണ്. ഒരുപാട് നാളത്തെ എൻ്റെ സ്ലീപ്പ്, എൻ്റെ ഉറക്കം നഷ്ടമായിട്ടുണ്ട്. ഞാൻ ബിടെക് പഠിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും എഴുതുക. അന്ന് എനിക്ക് നമ്മുടെ കലാം സാറൊക്കെ പറയുന്ന പോലെ ഇപ്പം കുറച്ച് ഉറക്കം കഴിഞ്ഞാൽ നാളെ ഭയങ്കര സന്തോഷിക്കാം, ലൈക്ക് അതേപോലെയായിരുന്നു. അപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ഉറക്കം ഉണ്ടാവില്ല, നേരവണ്ണം ഫുഡ് കഴിക്കാൻ പറ്റാത്ത സമയമൊക്കെ ഉണ്ടായി ലൈഫിൽ. അതൊന്നും ഇതാക്കാതെ എനിക്ക് എന്തായാലും അച്ചീവ് ചെയ്യണം. അതൊക്കെ കൂടെ അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ 9 വേൾഡ് റെക്കോർഡ് കാണിക്കാൻ വേണ്ടി എൻ്റെ സ്കൂളിലത്തെ സാറിൻ്റെ അടുത്തേക്ക് പോയി. അവരുടെ അടുത്ത്. അപ്പോൾ സാർ എന്നെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തത് എൻ്റെ പേരല്ല. സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് ഞങ്ങളിവിടുത്തെ കുട്ടിയല്ലേ, ഈ കുട്ടിക്ക് മാത്സിൽ നല്ലോണം കാൽക്കുലേഷൻ ചെയ്യും, കുട്ടിക്ക് വരക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഭയങ്കര വരയാ. അപ്പോൾ സാറോട് ഞാൻ പറഞ്ഞു, അതൊക്കെ അന്നാണ് സാർ, ഞാൻ ഇന്നൊരു ഡിജിറ്റൽ ആർട്ടിസ്റ്റാണ്, ഒരുപാട് ആൾക്കാർ ചിത്രം വരച്ചു കൊടുത്ത ഒരു കലാകാരി കൂടിയാണ്. അവർക്ക് ഭയങ്കര അതിശയമായിരുന്നു. കാരണം ഒരു വര പോലെ എനിക്ക് നേരവണ്ണം വരക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അതും ഞാൻ എന്താക്കി, എൻ്റെ എഴുത്ത്, വര, അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ബാക്കായിരുന്നു ഞാൻ. അതൊക്കെ ഞാൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് വേൾഡിൻ്റെ മുമ്പിൽ ഇതിലൂടെ ആയിരിക്കും എൻ്റെ സക്സസ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ വരയിലൂടെ ലോകം അറിയാൻ തുടങ്ങി. ലൈക്ക് ദാറ്റ് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് റീച്ച് കിട്ടിയത് ഡിജിറ്റൽ ആർട്ട് വഴിയാണ്.
അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പം എൻ്റെ ലൈഫ് ജേർണി എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ ഏറ്റവും കൂടുതൽ ഫെയർ ചെയ്ത സബ്ജക്റ്റ് കമ്പ്യൂട്ടർ ആയിരുന്നു. ഏറ്റവും പേടി സ്വപ്നം മീൻസ് അത്രയ്ക്കും എനിക്ക് പേടി ഉണ്ടായത് LP UP ടൈമിൽ കമ്പ്യൂട്ടർ ആയിരുന്നു. അതിനുശേഷം +1 കമ്പ്യൂട്ടർ സയൻസ് എടുത്തു, ഡിഗ്രി BTech CS ആണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഹൈസ്കൂളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചറായിട്ടാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യമുണ്ട് എൻ്റെ ലൈഫിൽ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്ട്രഗിൾസ് ഉണ്ടല്ലോ, ഇന്നത്തെ ചലഞ്ചസ് ആണ് നാളത്തെ നമ്മളെ സക്സസ്. ഇന്ന് നമുക്ക് എന്ത് വിഷമം ഉണ്ടായാലും നമുക്ക് എന്ത് സങ്കടം ഉണ്ടായാലും കുഴപ്പമില്ല, കാരണം അതിന് നല്ലതായിട്ടുള്ള ഒരു സക്സസ് നെക്സ്റ്റ് ഉണ്ടാവും. എൻ്റെ ലൈഫ് സ്റ്റോറി തന്നെയല്ല എക്സാമ്പിൾ. കാരണം ഞാൻ ഇന്ന് ഇവിടെ നിൽക്കണമെങ്കിൽ പോലും എനിക്ക് കിട്ടിയ ടാലൻസ് മൊത്തം എനിക്ക് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഹാർഡ് വർക്കിലൂടെ അച്ചീവ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളിലേക്ക് ഇവിടെ എത്തണമെങ്കിൽ കൂടി എന്താ ചെയ്യുക, നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മളെ തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവിടെ എന്നോട് പോലും ചോദിക്കലുണ്ട്, ഇയാൾ വലിയ ഒരു കമന്റ് വന്നിരുന്നു കഥ എഴുതുന്ന സമയത്ത് ഫസ്റ്റ്, ഇയാൾ കഥ എഴുതാൻ വലിയ അമേരിക്കൻ പ്രസിഡന്റ് ആണോ? അപ്പോൾ ഞാൻ അതിൽ ഒരു റിപ്ലൈ വന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ആണോ കഥ എഴുതുക? ലൈക്ക് ദാറ്റ്. അന്ന് എത്ര ഇൻസൾട്ട് ചെയ്തു, അതൊക്കെ ഒരു ഭാഗ്യമാണ്. നമുക്ക് ഇൻസൾട്ട് കിട്ടുക, നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടാവുക, അതൊക്കെ ലൈഫിൽ ഒരു ലക്കാണ്. കാരണം നമുക്കത് അപ്പോഴേ നമുക്ക് അതിനോടുള്ള വാല്യൂ കൂടും. അതിനുശേഷം നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ഒരിക്കലും ലക്കിലോ ഇനി പിന്നെ ചെയ്യാം നാളെ ചെയ്യാന്ന് വെച്ച് നിൽക്കരുത്. ഇന്ന് ഇപ്പൊ എന്താണോ മൈൻഡിൽ തോന്നുന്നത്, സോ ഇപ്പൊ തന്നെ അത് ചെയ്യാം, പിന്നോട്ടത്തേക്ക് വെക്കരുത്. കാരണം നമ്മൾ ഓരോ സെക്കൻഡിലും പല കാര്യങ്ങളാണ് നമ്മുടെ വേൾഡിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് എന്താണോ തോന്നുന്നത് അത് ഇന്ന് തന്നെ ചെയ്യാം. പിന്നെ ആര് എന്ത് പറയും അതൊന്നും നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. കാരണം അല്ലെങ്കിലും ആൾക്കാരൊന്നും നമ്മളെ കുറിച്ച് നല്ലതൊന്നും പറയാനും പോകില്ല. ഒരാളെ തോൽവിനേക്കാളും കൂടുതൽ അവർ ഭയക്കുന്ന ഒരാളെ വിജയത്തെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു പെണ്ണാണെന്നോ അല്ലെങ്കിൽ ഒരു മുസ്ലിം കുട്ടിയാണെന്നോ ഏതൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണെന്നൊന്നും വിചാരിക്കണ്ട. ഈവൻ ഞാൻ വരുന്നത് പോലും ഒരു മുസ്ലിം ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, അതും ഒരു വില്ലേജിൽ നിന്നാണ്. എനിക്കൊരു ഗോഡ് ഫാദർ ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരു കാര്യം നേടണം, ഒരു കാര്യം ഡ്രീം ചെയ്യണം, ആദ്യമായി ഇമേജിൻ ചെയ്യാം. നമ്മൾ ഇമേജിൻ ചെയ്യുമ്പോൾ തന്നെ പകുതി കാര്യം അവിടെ നടന്നുകൊണ്ടിരിക്കും. അതിന് ഹെൽപ്പായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ മുമ്പിലേക്ക് എത്തും. ഈവൻ ഞാനിവിടെ ജോഷ് ടോക്ക് വരെ എത്തിയില്ല, അതന്നെ ഏറ്റവും വലിയ കാര്യമല്ല എന്നെ സംബന്ധിച്ച്. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ. ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.